ിലേക്ക് സ്വാഗതം. ആവേശത്തിൻ്റെ 28ാം ദിനത്തിലെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 537ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 27,000-ന് മുകളിൽ ആളുകൾ കാണുന്നു. ഇന്ന് 18% മുകളിൽ ഒക്യുപ്പൻസി. വർക്കിംഗ് ഡേ ആണ്. സ്വാഭാവികമായും നമുക്ക് നോക്കുമ്പോൾ അതൊരു വലിയ ഒക്യുപ്പൻസി എന്ന് തന്നെ പറയാം. ബാക്കിയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൊലത്തൂക്കം എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അങ്ങനെ ഇന്നും ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകൾ 10ഓളം ഉണ്ട്. ഇതുവരെ ലഭ്യമായിരിക്കുന്നത് 42 ലക്ഷം രൂപയോളമാണ്. അതായത് ഫൈനലായിട്ട് സിനിമ വരാൻ പോകുന്നത് 66 ലക്ഷത്തോളം രൂപ. അതായത് ഇന്നും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മികച്ച രീതിയിലാണ് ഇന്നത്തെയും കളക്ഷൻ പോകുന്നത്. അതായത് കേരളത്തിൽ നിന്ന് 73 കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയുടെ പ്രകടനം. അതായത് ഇറങ്ങി 25 ദിവസങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് ഉറപ്പിക്കാം. പക്ഷേ നിരാശാജനകമായ ഒരു വാർത്ത കൂടെ ഇതിനോട് ഉണ്ട്. വേറൊന്നുമല്ല, സിനിമ OTTയിലേക്ക് പോകുന്നു. ഇന്ന് OTTയിൽ റിലീസാണ് എന്നുള്ളതാണ്. ശരിക്കും ഇങ്ങനെയുള്ള സിനിമ ഒരു 20 ദിവസം കൂടെ തിയേറ്ററിൽ ഓടുകയാണെങ്കിൽ 200 കോടി കടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് അത്രത്തോളം ഗംഭീരമായിട്ട് 150 കോടി കഴിഞ്ഞു ഈ സിനിമ. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. വേറൊന്നുമല്ല, വലിയ എമൗണ്ടിനായിരിക്കും OTT ഇപ്പോൾ ബിസിനസ് നടത്തിയിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ തിയേറ്ററിൽ നിന്ന് അടുത്ത 20 ദിവസം കൊണ്ട് 10 കോടി 20 കോടി അല്ലെങ്കിൽ 50 കോടി വരുമെന്ന് പറയുന്ന അവർക്ക് കിട്ടുന്ന, അതായത് എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു എമൗണ്ടിനാണ് സിനിമ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു വല്ലാത്ത ഗംഭീര എമൗണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എമൗണ്ടിനാണ് OTTക്ക് ഈ സിനിമ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ OTTയിലേക്ക് ഇറക്കി വിടുകയാണ്. സന്തോഷകരമായ വാർത്ത. തിയേറ്ററിലൊന്നും സിനിമ കാണാൻ താല്പര്യമില്ലാതെ പോകാത്ത ആളുകൾക്ക് OTTയിൽ ഇന്ന് 2-3 വട്ടമൊക്കെ ഇത് കാണാം എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ ഒരു സിനിമ 2024 ഏറ്റവും മികച്ച സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിധി എഴുതാം. ആവേശം തന്നെയാണ് ഈ ഇറങ്ങിയ വിജയിച്ച സിനിമകളിൽ നമ്പർ 1 നിൽക്കുന്നത്. മമ്മൂട്ടി, പൃഥ്വിരാജ് തുടങ്ങിയ എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ട് തന്നെയാണ് ഫഹദിൻ്റെ ഈ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം. അതുപോലെ ജിത്തു മാധവിൻ്റെ ഗംഭീരമായ ഡയറക്ഷൻ. ഇനിയും നമുക്ക് കുറച്ച് മൾട്ടിപ്ലക്സുകളിൽ ഈ സിനിമ കാണാമെന്നേ ഉള്ളൂ. വരുന്ന 1-2 ആഴ്ചകളിലേക്ക് മൾട്ടിപ്ലക്സുകളിൽ നമുക്ക് ഈ സിനിമ ഉണ്ടാകും. അത് എല്ലാ സിനിമകളും അങ്ങനെയാണ്. അല്ലാത്ത കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് സാധാരണ കേരള തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല OTTയിലേക്ക് പോകുന്ന സിനിമകൾ. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് ഈ സിനിമ കേരള തിയേറ്ററുകളിൽ നിന്ന് കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമാണ്. അറിയില്ല വേറെ എന്തെങ്കിലും വഴിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇത് തിയേറ്ററിൽ കാണാൻ ഇനിയും ആളുകളുണ്ട്. അതായത് ഇന്ന് കണ്ടിരിക്കുന്നത് 27,000-ന് മുകളിൽ, അത് വരുന്ന ശനി ഞായറും 1 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ കാണുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം എടുത്തു പറയുകയാണെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസം കൊണ്ട് 1,25,000-ന് മുകളിലുള്ള ആളുകളാണ് ഈ 3 ദിവസം കൊണ്ട് മാത്രമായി കണ്ടത്. ഞായറാഴ്ച 1,09,000 പേരാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച 73,000 പേർ. അതായത് 24, 25, 26, 27, 28 ദിവസത്തെ ആളുകൾ കണ്ടതാണ്. ടോട്ടൽ ഒക്യുപ്പൻസി സിനിമ 59% എന്നുള്ളതാണ്. അതുപോലെ ഹൗസ്ഫുള്ളുകൾ 3,000-ന് മുകളിലുള്ള ഹൗസ്ഫുൾ. ട്രാക്കേഴ്സ് പറയുന്നു 62.21 കോടിയാണ് കേരള കളക്ഷൻ എന്ന്. അപ്പം നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്നു 73 കോടി കഴിഞ്ഞു എന്നുള്ളത്. എന്തായാലും ഗംഭീരമാണ് സിനിമ. ഈ സിനിമ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും തന്ന ജിത്തു മാധവിനും അതേപോലെ ഫഹദിനുമൊക്കെ ഒരു താങ്ക്സ് പറയുന്നു. ആവേശം കൊള്ളിപ്പിക്കുന്ന സിനിമ തന്നെയായിരുന്നു. സാധാരണ സിനിമകൾ പോലെ ആയിരുന്നില്ല. എന്താണേലും OTTയിൽ ഇന്ന് ആരൊക്കെ കാണുന്നു ഒന്ന് കമൻസിലൂടെ പറയാം. OTTക്ക് വേണ്ടി കാത്തിരുന്നവർ ഒന്ന് കമൻസിലൂടെ പറയാം. ഗ്രേറ്റ് വീഡിയോസ്.